വാ, കടന്നു വാ, യേശു നിന്നെ വിളിക്കുന്നു. കടന്നു വാ, കടന്നു വാ, യേശു നിന്നെ വിളിക്കുന്നു. മാറിടാത്ത യേശുനാഥൻ മാറ്റും നിന്റെ വേദന. പാപത്താലും രോഗത്താലും കലങ്ങിടേണ്ട, കടന്നു വാ, കടന്നു വാ, കടന്നു വാ, യേശു നിന്നെ വിളിക്കുന്നു. കടന്നു വാ, കടന്നു വാ, യേശു നിന്നെ വിളിക്കുന്നു. ലോകത്തിൻ ഭാരം ചുമക്കും യേശുവിങ്കൽ നീ കടന്നു വാ. തളർന്ന നിന്റെ അന്തരാത്മാ ക്ലേശം നീക്കും. കടന്നു വാ, കടന്നു വാ, കടന്നു വാ, യേശു നിന്നെ വിളിക്കുന്നു. കടന്നു വാ, കടന്നു വാ, യേശു നിന്നെ വിളിക്കുന്നു. ദൈവനാമത്തിന് ഇന്ന് ഈ നല്ല സായാഹ്നത്തിൽ മഹത്വം ഉണ്ടാകട്ടെ. ഈ തിരുമലയുടെ ദേശത്ത് നിന്നുകൊണ്ട് യേശുവിന്റെ നാമം ഉയർത്തുവാൻ ദൈവം ഞങ്ങൾക്ക് തന്ന വിലയേറിയ അവസരത്തിനായിട്ട് ഞങ്ങൾ ദൈവത്തിന് നന്ദി പറയുകയാണ്. ഇതൊരു മതപ്രസംഗമല്ല. യേശു വന്നത് മതം സ്ഥാപിക്കുവാനുമല്ല. യേശു ഞങ്ങളെ സ്നേഹിച്ചു. ആ സ്നേഹം നിങ്ങളെ എല്ലാവരെയും അറിയിക്കുവാൻ ഇന്ന് ഞങ്ങളെയും യേശു കർത്താവ് ഇന്ന് ഈ ദേശത്തിലേക്ക് വിട്ടിരിക്കുന്നു എന്ന് മാത്രം. നിങ്ങളിൽ നിന്ന് ഞങ്ങളൊന്നും പ്രതീക്ഷിക്കുന്നില്ല. പക്ഷെ ഞങ്ങൾ നിങ്ങൾക്ക് യേശുവിനെ നൽകുവാൻ ഇന്ന് ഈ സായാഹ്നത്തിൽ ഇവിടെ വന്നിരിക്കുകയാണ്. ഞങ്ങളുടെ ജീവിതത്തിൽ കടഭാരങ്ങൾ, രോഗങ്ങൾ, ഇതൊക്കെ വന്ന് ഞങ്ങൾ തകർന്ന് തരിപ്പണമായിരുന്നവരായിരുന്നു. ഇന്ന് ഞങ്ങളെ നോക്കുമ്പോൾ നിങ്ങൾക്കത് അറിയാൻ കഴിയത്തില്ല. കാരണം യേശു ഞങ്ങളെ മാറ്റിമറിച്ചിരിക്കുന്നു. ആ യേശുവിന്റെ സ്നേഹം ഇന്ന് നിങ്ങളെയും കൂടെ അറിയിക്കേണ്ട ഒരു ഉത്തരവാദിത്വം ഞങ്ങളുടെ മേൽ ഉള്ളത് കൊണ്ടാണ് ഇന്നിവിടെ വന്നത്. ഞങ്ങൾ പൈസയ്ക്ക് വന്നവരല്ല, ഞങ്ങൾ പിരിവ് നടത്താൻ വന്നവരല്ല, ഇതിനൊന്നും വേണ്ടി വന്നവരല്ല. പക്ഷെങ്കിൽ യേശു സത്യമാണെന്ന് പറയാൻ ഞങ്ങൾ ഇന്ന് ഈ ദേശത്തേക്ക് കടന്നു വന്നിരിക്കുകയാണ്. നിങ്ങൾ യേശുവേ എന്നൊരൊറ്റ വാക്ക് വിളിച്ചാൽ ഇന്ന് ആ ദൈവം നിങ്ങളുടെ ഹൃദയത്തിലേക്ക് കടന്നു വരുവാൻ വിശ്വസ്തനാണ്. ദൈവം നിങ്ങളുടെ ജീവിതത്തെ മുഴുവൻ മാറ്റിമറിക്കാൻ വിശ്വസ്തനാണെന്ന് ഇന്ന് വിളിച്ചു പറയുവാൻ ദൈവം ഞങ്ങളെ ഇവിടെ ആക്കിയിരിക്കുകയാണ്. നിങ്ങളുടെ ജീവിതത്തിലെ ആ ഭാരം എന്താണ്? അത് യേശു മാറ്റാൻ പോകുകയാണ്. നിങ്ങളുടെ ജീവിതത്തിലെ ആ രോഗം എന്താണ്? അത് യേശു മാറ്റിമറിക്കാനായിട്ട് പോകുകയാണ്. എന്റെ കൂടെയുള്ള ഈ ആന്റിയെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും. ഈ ആന്റി തീവ്രമായ ഹിന്ദുമത വിശ്വാസിയായിരുന്നു. യേശു എന്ന് കേട്ടാൽ കാർക്കിച്ചു തുപ്പുന്ന വിധത്തിലുള്ള അത്രയ്ക്ക് തീവ്രമായ ഹിന്ദുമത വിശ്വാസിയായിരുന്നു. രാധമ്മ എന്നാണ് ഈ ആന്റിയുടെ പേര്. ഈ ആന്റിയുടെ ജീവിതം മുഴുവൻ തകർന്ന് തരിപ്പണമായി. ആന്റി വിളിച്ച ദൈവങ്ങളൊന്നും ആന്റിയെ രക്ഷിച്ചില്ല. എന്നാൽ ഒരു ദിവസം ആന്റി യേശുവെ എന്ന് വിളിച്ചു. അന്ന് ആന്റിയുടെ ജീവിതത്തിൽ രക്ഷ ഉണ്ടാകുവാനായിട്ട് ഇടയായി തീർന്നു. ആന്റിയുടെ ജീവിതത്തിൽ ആന്റിയുടെ കാലിന് നടക്കാൻ കഴിയാത്ത ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു.
യേശുവിന്റെ ഒരു സ്പർശനത്താൽ ആന്റിക്ക് ഇന്ന് ഒരു കുഴപ്പമില്ലാതെ നടക്കാം. ഡോക്ടർമാർ കഴിയത്തില്ല എന്ന് പറഞ്ഞത് യേശുവിന് കഴിയുമെന്ന് വിളിച്ചു പറയുന്ന സാക്ഷിയാണ് ഈ ആന്റി എന്റെ മുമ്പിൽ നിൽക്കുന്നു. ഇത് ഞങ്ങള് പൈസ കൊടുത്ത് കൊണ്ടുവന്ന ആന്റി അല്ല, ഇത് ദൈവത്തിന്റെ സാക്ഷിയായിട്ട് ഇന്ന് ഇവിടെ നിൽക്കുകയാണ്. അവരുടെ ജീവിതത്തിൽ വേറെയും സാക്ഷ്യങ്ങളുണ്ട്. അത് ഓരോന്നായി പറയുവാനായിട്ട് ഞങ്ങൾക്ക് ഇവിടെ സമയമില്ല. ഇന്ന് നിങ്ങൾ കടന്നു പോകുന്ന ആ രോഗങ്ങൾ എന്താണെങ്കിലും നിങ്ങൾ ഇന്ന് യേശുവെ എന്ന് വിളിച്ചാട്ടെ. യേശു നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരാൻ പോകുകയാണ്. യേശു നിങ്ങളുടെ ജീവിതത്തിൽ വലിയ പരിവർത്തനങ്ങൾ നടത്താനായിട്ട് പോവുകയാണ്. നിങ്ങൾ മദ്യപാനിയാണോ? നിങ്ങൾക്കത് നിർത്താൻ കഴിയുന്നില്ലേ? ഒരൊറ്റ വാക്ക് യേശു എന്ന് വിളിച്ചാട്ടെ. നിങ്ങൾക്ക് ജയിക്കാൻ കഴിയാത്ത പാപങ്ങളുണ്ടോ? യേശു നിങ്ങളുടെ ജീവിതത്തിൽ വന്നാൽ നിങ്ങൾക്ക് കഴിയാത്തതായിട്ട് ഒന്നുമില്ല എന്ന് ഞങ്ങൾ ഇവിടെ വിളിച്ചു പറയുന്നു. യേശു നിന്നെ വിളിക്കുന്നു, കടന്നു വാ, കടന്നു വാ. യേശു നിന്നെ വിളിക്കുന്നു. ഈ നല്ല സായാഹ്നത്തിൽ മഹത്വമുണ്ടാകട്ടെ. ഈ വലിയ വിള പ്രദേശത്ത് നിന്നുകൊണ്ട് ദൈവത്തിന്റെ നാമം ഉയർത്തുവാൻ ദൈവം ഞങ്ങൾക്ക് തന്ന ഈ വിലയേറിയ സാവകാശത്തിനായിട്ട് നന്ദി പറയുന്നു. ഈ ദേശത്തിലെ ജനങ്ങളെയും ഞങ്ങൾ സ്നേഹിക്കുന്നു. അതുകൊണ്ടാണ് ഇന്ന് ഞങ്ങൾ നിങ്ങളുടെ അരികിലേക്ക് കടന്നു വന്നത്. ഞങ്ങൾക്ക് പൈസ ഇല്ലാത്തതുകൊണ്ടോ അല്ലെങ്കിൽ മറ്റ് ബുദ്ധിമുട്ടുകൾ ഉള്ളത് കൊണ്ടോ അല്ല, ഞങ്ങളെ യേശു രക്ഷിച്ചത് കൊണ്ടാണ് ഇന്ന് നിങ്ങളുടെ അടുക്കിലേക്ക് ഞങ്ങൾ കടന്നു വന്നിരിക്കുന്നത്. ഇന്ന് ഞങ്ങൾ ഇവിടെ വന്നത് ഈ ദേശത്തിന് ഒരു വലിയ വിടുതലാകാൻ പോകുകയാണ്. ഈ ദേശത്തിന്റെ ഇരുളിന്റെ അധികാരി ഇവിടുന്ന് മാറിയിട്ട് ഇവിടെ ദൈവരാജ്യം സ്ഥാപിക്കപ്പെടാനാണ് ഞങ്ങൾ ഇന്ന് ഇവിടെ വന്നിരിക്കുന്നത്. ഹല്ലേലൂയ. യേശു വന്നത് ഒരു മതം സ്ഥാപിക്കുവാൻ അല്ല. യേശു വന്നത് ദൈവരാജ്യം സ്ഥാപിക്കുവാനായിട്ടാണ്. നമ്മളെല്ലാവരും കൊതിക്കുന്ന ഒരു അനുഭവമുണ്ട് അല്ലേ? ഓരോ രാഷ്ട്രീയ പാർട്ടികൾ വരുമ്പോഴും നമ്മൾ പ്രതീക്ഷിക്കും, ഇതാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന ഭരണം, ഇതാണ് ആ സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും ആ ഉയർച്ചയുടെയും ആ അനുഭവം. പക്ഷെങ്കിൽ ഓരോ പാർട്ടികൾ വരുന്നു, ഓരോ സംഘടനകൾ വരുന്നു, നമ്മളെ നിരാശപ്പെടുത്തിക്കൊണ്ടേയിരിക്കുന്നു. എന്നാൽ ഇന്ന് നിങ്ങൾക്കൊരു സദ്വർത്തമാനമുണ്ട്. യേശു വന്നത് ഒരു മതം സ്ഥാപിക്കാനല്ല, ദൈവരാജ്യം സ്ഥാപിക്കാനാണ്. നിങ്ങളുടെ ഹൃദയത്തിലേക്ക് സന്തോഷം, സമാധാനം, നിങ്ങൾക്ക് വാഴാനുള്ള എല്ലാ അവസരങ്ങളുമുള്ള ഒരു ദൈവരാജ്യ അനുഭവം. ആ അനുഭവം, ആ നിരാശയില്ലാത്ത അനുഭവം, ആ രോഗമില്ലാത്ത അനുഭവം, ആശുപത്രികളില്ലാത്ത അനുഭവം, മരണമില്ലാത്ത അനുഭവം, ആ അനുഭവത്തിന് വേണ്ടിയാണ് ദൈവം നമ്മളെ ഇവിടെ അയച്ചിരിക്കുന്നത്. അതിനാണ് ദൈവരാജ്യം ഇവിടെ വരുന്നത്. ദൈവരാജ്യത്തിൽ പ്രവേശിച്ചാൽ നമുക്ക് ആ സന്തോഷ സമാധാനം അനുഭവിക്കാനായിട്ട് സാധിക്കും. അതിനെന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ വളരെ നിസ്സാരമായ കാര്യം ചെയ്താൽ മതി. യേശുവേ എന്നൊന്ന് വിളിച്ചാൽ മതി. നിങ്ങൾ ആർക്കെങ്കിലും പൈസ കൊടുക്കണ്ട, ഒരിടത്തും പോയി ഉരുളണ്ട, ഒരിടത്തും മെഴുകുതിരി കത്തിക്കണ്ട, ഒരിടത്തും തീർത്ഥാടനം പോകണ്ട. ഒറ്റ വിളി, യേശുവേ ഇന്ന് ഈ ബ്രദർ പറയുന്ന പോലെ ഒന്നുണ്ടെങ്കിൽ എന്റെ ഹൃദയത്തിലേക്കും കൂടെ വരണമേ എന്ന് ഒരൊറ്റ വാക്ക് നിങ്ങൾ വിളിച്ചു പറയുമ്പോൾ ആ നിമിഷം തന്നെ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ദൈവരാജ്യം വരാൻ പോകുകയാണ്. ദൈവരാജ്യം നിങ്ങളുടെ ഹൃദയത്തിലേക്ക് വന്നാൽ നിങ്ങളുടെ വീട്ടിലേക്കും ദൈവരാജ്യം വരും. നിങ്ങളുടെ വീട്ടിലേക്ക് അത് വന്നാൽ ഈ ദേശത്തിലേക്ക് ആ ദൈവരാജ്യം വരും. ഈ ദേശത്തിലേക്ക് ദൈവരാജ്യം വന്നാൽ ഈ സംസ്ഥാനത്തിലേക്ക് ദൈവരാജ്യം വരും. ഈ സംസ്ഥാനത്തിലേക്ക് ദൈവരാജ്യം വന്നാൽ ഈ രാജ്യത്തിലേക്ക് ദൈവരാജ്യം വരാൻ പോകുകയാണ്. അതാണ് നമ്മുടെ ഏക പ്രതീക്ഷ. ഇന്ന് അത് ആഗ്രഹിക്കുന്നവർ ഒറ്റ ആഗ്രഹം ആഗ്രഹിച്ചാൽ മതി, യേശുവേ
എന്റെ ഹൃദയത്തിലേക്ക് വരണമേ എന്നൊരൊറ്റ വാചകം മാത്രം പറഞ്ഞാൽ മതി. നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ ഒരു സമാധാനം ഉണ്ടാകണോ? നിങ്ങളുടെ മദ്യപാനം നിൽക്കണോ? നിങ്ങൾക്ക് നിർത്താൻ കഴിയാത്ത ആ സ്വഭാവത്തിൽ നിങ്ങൾക്ക് മാറ്റം ഉണ്ടാകണോ? ഒരൊറ്റ മാർഗമേ ഉള്ളൂ, യേശുവേ എന്ന് വിളിച്ചാൽ മതി. യേശു ജീവനുള്ള ദൈവമാണ്, ഞങ്ങളെ നിർമ്മിച്ച ഒരു ദൈവമല്ല, ജീവനുള്ള ഏക സത്യദൈവം. ബൈബിൾ പറയുന്നു, മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ വേറൊരു നാമവുമില്ല, അത് യേശു കർത്താവിന്റെ നാമം മാത്രമാണ്. ആ ദൈവത്തെ നിങ്ങൾ വിളിച്ചാൽ ഇന്ന് ആ ദൈവം നിങ്ങളുടെ അകത്തേക്ക് വരാനായിട്ട് പോവുകയാണ്. നമ്മൾ ഉണ്ടാക്കിയ ഒരു മാർഗമല്ല. യേശു പറഞ്ഞു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും ആകുന്നു. ഗാന്ധിജിയുടെ ഒരു ബുക്കുണ്ട്, സത്യാന്വേഷണ പരീക്ഷണങ്ങൾ, അല്ലെങ്കിൽ ആ സത്യത്തിന്റെ പുറകെയുള്ള അന്വേഷണമാണല്ലോ. എന്നാൽ ആ സത്യത്തെ കണ്ടെത്താൻ ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു ദിവസം ഭാഗ്യം കിട്ടി. എന്റെ ജീവിതത്തിൽ ഭാഗ്യം കിട്ടി. IAS കാരനാകാനിരുന്ന എന്റെ ജീവിതത്തിൽ IAS എടുത്തപ്പോഴല്ല എന്റെ ജീവിതം മാറിയത്. ഈ ലോകപരമായ എല്ലാം പിടിച്ചടക്കിയപ്പോഴല്ല എന്റെ ജീവിതം മാറിയത്. എന്റെ ജീവിതം മാറിയത് യേശു എന്റെ ഹൃദയത്തിൽ വന്നപ്പോഴാണ്. യേശുവിനെ ഞാൻ കണ്ടുമുട്ടിയപ്പോഴാണ്. ആ ശക്തി ഞാൻ അനുഭവിച്ചപ്പോഴാണ്. ആ ദൈവമാണ് ഏക സത്യ ദൈവമെന്ന് എനിക്ക് മനസ്സിലായ അനുഭവത്തിൽ എന്റെ ജീവിതം മാറി. ഞങ്ങൾ ആരും പൈസ ഇല്ലാത്തവരും വീടില്ലാത്തതുകൊണ്ട് ഈ പണിക്ക് ഇറങ്ങിയെന്ന് ചിലർ ചിലപ്പോൾ മനസ്സിൽ കളിയാക്കുന്നുണ്ടാകാം. എന്നാൽ അത് വളരെ തെറ്റിദ്ധാരണയാണ്. ഞങ്ങളുടെ വീട് അപ്പുറത്ത്, തിരുമലയുടെ അപ്പുറത്താണ്. ഞങ്ങൾക്ക് 2 നില വീടുണ്ട്. ഞങ്ങൾക്ക് നല്ല കാർ ഉണ്ട്. അപ്പുറത്ത് എവിടെ പാർക്ക് ചെയ്ത് അവിടെ കിടപ്പുണ്ട്, എല്ലാം ഉണ്ട്. എന്നിട്ടും ഞങ്ങൾ ഇവിടെ വന്നെങ്കിൽ ഓർത്തോണം, നിങ്ങളുടെ ഒന്നും കിട്ടാനല്ല വന്നത്, യേശുവിനെ അങ്ങോട്ട് തരാൻ വന്നതാ. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. നിങ്ങളുടെ പണം പിരിക്കാൻ വന്നതല്ല, യേശുവിനെ അങ്ങോട്ട് തരാൻ വന്നതാണ്. ഞങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങോട്ട് തരാൻ വന്നതാണ്. അതുകൊണ്ട് നിങ്ങൾ ഭയത്തോടെ അവിടെ നിന്ന് ഞങ്ങളെ കേൾക്കേണ്ട ആവശ്യമില്ല. ധൈര്യത്തോടെ കേൾക്കാം. ഞങ്ങൾ പണപ്പിരിവിന് വന്നവരല്ല. ഞങ്ങൾ യേശുവിന്റെ സമാധാനം നിങ്ങൾക്ക് നൽകാൻ വന്നതാണ്. ഞാനൊരു ഹിന്ദു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് ജനിച്ചു. ആ രീതിയിൽ 32 വയസ്സ് വരെ ആ രീതിയിൽ ജീവിച്ചതാണ്. പക്ഷെ എനിക്ക് ജീവിതത്തിൽ ഒത്തിരി ദുഃഖങ്ങൾ, ഒത്തിരി പ്രയാസങ്ങൾ എൻ്റെ ജീവിതത്തിൽ മറ്റാർക്കും ഒന്നും രക്ഷിക്കാൻ പറ്റാത്ത രീതിയിൽ ഒത്തിരി വേദനകൾ കടന്നു വന്നപ്പോൾ ഞാൻ ഈ യേശുക്രിസ്തുവിനെയോ അല്ലെങ്കിൽ സുവിശേഷത്തെയോ ക്രിസ്ത്യാനികളെ പോലും എൻ്റെ ഹൃദയത്തിലൊരു അംഗീകാരം കൊടുത്ത് ഞാൻ അത്ര കണ്ട് തീവ്രമായ ഒരു അമ്പലഭക്തയായിരുന്നു. ആ രീതിയിൽ ജനിച്ചു വളർന്ന് ജീവിച്ചത്. അതുകൊണ്ട് അങ്ങനെ ഇരിക്കുമ്പോൾ എന്നോട് ഒരു കൂട്ടർ പറഞ്ഞു, ഒരു പ്രാർത്ഥനയ്ക്ക് പോകണം, അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അവസ്ഥകൾക്കൊക്കെ മാറ്റം വരുമെന്ന് പറഞ്ഞു. അതൊന്നും ആദ്യം ഞാൻ സമ്മതിച്ചില്ലായിരുന്നു. പക്ഷേ ഞാനൊരു പ്രാർത്ഥനയ്ക്ക് അറിയാതെ ഞാൻ എൻ്റെ ആ ഒരു ആരോ എൻ്റെ ഉള്ളിൽ നിന്നൊരു പ്രാർത്ഥനയ്ക്ക് പോകാൻ തോന്നി. ഞാനങ്ങനെ ഒരു പ്രാർത്ഥനയ്ക്ക് പോയി. അതിനുശേഷം തന്നെ ആ പ്രാർത്ഥനയ്ക്ക് പോകുന്ന ആ നിമിഷം തന്നെ എൻ്റെ അവസ്ഥയ്ക്ക് മാറ്റം വന്നു. ഞാൻ അത് കഴിഞ്ഞാണ് ഞാൻ അറിയുന്നത്, യേശുക്രിസ്തു എന്ന് പറയുന്നത് സകല മാനവ ജാതിക്കുമുള്ള ഒരു രക്ഷകൻ. ലോകത്തിലെവിടെ ആണും പെണ്ണും ഉണ്ട്, അവരുടെ ഒരു രക്ഷകനായിട്ടാണ് യേശുക്രിസ്തു വന്നത്. അതുവരെ ഞാൻ അറിഞ്ഞിരുന്നത് ഇത് ക്രിസ്ത്യാനികളുടെ മാത്രം ഒരു ദൈവമാണെന്നാണ്. അപ്പോൾ അതുകൊണ്ട് അന്ന് എനിക്ക് ഒരു വിടുതൽ കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്കാണ് ഞാൻ അന്ന് മുതൽ ഞാൻ യേശുക്രിസ്തുവിനെ എൻ്റെ രക്ഷകനായി സ്വീകരിച്ചു. എൻ്റെ ജീവിതത്തിൽ ഓരോ തരത്തിൽ എനിക്ക് അതിൻ്റേതായിട്ടുള്ള നന്മകളും വിടുതലുകളും ദൈവത്തിൽ നിന്ന് എനിക്ക് പ്രാപിക്കാനായിട്ട് സാധിച്ചു. അതിൻ്റെ സന്തോഷത്തിലാണ് ഞാൻ ദൈവം ഏകരക്ഷകൻ ആയിട്ടുള്ളത്, യേശുക്രിസ്തു മാത്രം എന്നുള്ള ആ ഒരു വചനം ഞാൻ വിശ്വസിക്കത്തില്ലായിരുന്നു, ഉൾക്കൊള്ളത്തില്ലായിരുന്നു. ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ രക്ഷിക്കപ്പെടുവാനായിട്ട് ദൈവം നൽകിയ ഏക നാമം യേശുക്രിസ്തു മാത്രമാണെന്ന്. യേശുക്രിസ്തു മാത്രമാണ് നമ്മളുടെ പാപരോഗങ്ങൾക്കായി കുരിശിൽ തൻ്റെ ജീവനും രക്തവും മാംസവും ചിതറപ്പെട്ടത്. യേശുക്രിസ്തു അതിനുവേണ്ടി മാത്രമാണ് കന്യകാപുത്രനായി ഈ ഭൂമിയിൽ അവതരിച്ചതെന്നുള്ള ആ ഒരു അറിവ്, അത് മാത്രമല്ല അതൊരു അനുഭവമായി മാറി. യേശുക്രിസ്തുവിന് നമ്മളുടെ ഹൃദയത്തിൽ വെറും ഒരു ബുദ്ധിയിലൊരു അറിവല്ല, നമ്മുടെ ഹൃദയത്തിലേക്ക്, നമ്മുടെ ജീവിതത്തിലേക്ക്, നമ്മളെല്ലാമായി ഒരു അനുഭവമായി തന്നെ യേശുക്രിസ്തു വന്നതിനുള്ള ആ സന്തോഷം ഞാനിവിടെ അറിയിക്കുകയാണ്.
കുരിശു ചുമന്നവൻ ഗിരിമുകളേറി വിരിച്ചു കൈകാലുകളെ അതിന്മേൽ. കുരിശു ചുമന്നവൻ ഗിരിമുകളേറി വിരിച്ചു കൈകാലുകളെ അതിന്മേൽ. ശരിക്കിലും പാണികൾ തറപ്പതിനായി അതു സ്മരിക്കുകൾ വിസ്മരണീയം. ദൈവകരുണയിൻ ധനമാഹാത്മ്യം. ദേവസുതൻ പശുശാലയിൽ നരനായി അവതരിച്ചതു വെറും കഥയോ. ദേവസുതൻ പശുശാലയിൽ നരനായി അവതരിച്ചതു വെറും കഥയോ. ഭുവനമുന്നാകെ ചമച്ചവനൊരു ചെറുഭാവനവും ലഭിച്ചതില്ലെന്നോ. ദൈവകരുണയിൻ ധനമാഹാത്മ്യം. പരമസമ്പന്നീകരണിയിലേറ്റം ദരിദ്രനതീർന്നു മനസ്സാൽ. പരമസമ്പന്നീകരണിയിലേറ്റം ദരിദ്രനതീർന്നു മനസ്സാൽ. നിരുപമ പ്രഭയാണിഞ്ഞിരുന്നവൻ വെറും പഴന്തുണി ധരിച്ചതു വെറും ചെറിയ സംഗതിയോ. നിരുപമ പ്രഭയാണിഞ്ഞിരുന്നവൻ വെറും ഒരു പഴന്തുണി ധരിച്ചതു ചെറിയ സംഗതിയോ. ദൈവകരുണയിൻ